ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ പൂജാമുറിയിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാവരും എൻ്റെയും സിദ്ധു സാറിൻ്റെയും കല്യാണം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മേഘ അവളുടെ ഗർഭത്തിന് സിദ്ധു സാറാണ് കാരണക്കാരനെന്ന് തന്നെ പറയുന്നു. അവളുടെ ഗർഭത്തിന് സിദ്ധു സാറല്ല കാരണക്കാരനെന്ന് എങ്ങനെയാണ് തെളിയിക്കുക എന്ന് ഞങ്ങൾക്കറിയില്ല. കരഞ്ഞുകൊണ്ടാണ് ചന്ദ്രിക സംസാരിക്കുന്നത്. ദൈവമേ, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നീ മാത്രമേ ഞങ്ങളെ രക്ഷിക്കാനുള്ളൂ എന്ന് പറഞ്ഞ് അവളിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണ് സിദ്ധു അങ്ങോട്ടേക്ക് വരുന്നത്. സിദ്ധു നോക്കുമ്പോൾ ചന്ദ്രിക പൂജാമുറിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ടായിരുന്നു അങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ചന്ദ്രിക കണ്ണു തുറക്കുന്ന കണ്ടപ്പോൾ അവന് മനസ്സിലായി ചന്ദ്രിക കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. അവൻ അവളുടെ അടുത്തേക്ക് പോയിട്ട് ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ചന്ദ്രിക കരയുന്നത് എന്ന്. അപ്പോൾ ചന്ദ്രിക കണ്ണു തുടച്ചുകൊണ്ട് അവനോട് ചോദിക്കുകയാണ്, കരയല്ലാതെ മറ്റെന്താ സർ ചെയ്യുക? മേഘ നമ്മുടെ കല്യാണം നടക്കാൻ പാടില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ്. പക്ഷേ നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിൽ ഈ കല്യാണം പറഞ്ഞ തീയതിയിൽ തന്നെ നടത്തണമെന്ന് വാശി പിടിക്കുന്നു. ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾക്ക് സങ്കടം സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ സിദ്ധുവിനും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടായിരുന്നു, അവളുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചിട്ട്. അപ്പോൾ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് സിദ്ധുവിനോട് പറയാണ്, മേഘയ്ക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കാമെന്ന് കരുതി ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കുമ്പോഴും അവൾ എന്നോട് വളരെ മോശമായിട്ടാണ് സാർ തിരിച്ചു പെരുമാറുന്നത്. എന്താ ചന്ദ്രിക, മേഘയ്ക്ക് നമ്മുടെ കല്യാണം നടക്കാൻ പാടില്ല. അവളുടെ ലക്ഷ്യം തന്നെ അതാണ്. അവളുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് നേരത്തെ തന്നെ അവൾക്ക് തീർച്ചയായിട്ടും അറിയാമായിരിക്കും. അവളത് നമ്മളെടുത്ത് നിന്ന് മറച്ചു വെക്കുന്നേ ഉള്ളൂ. ഉറങ്ങുന്നവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കാം, പക്ഷേ ഉറക്കം നടിച്ച് കിടക്കുന്നവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാറില്ലേ, അതുപോലെയാണ് മേഘയും. ചന്ദ്രിക, എപ്പോഴാണെങ്കിലും ഒരു ദിവസം സത്യം പുറത്തു വരിക തന്നെ ചെയ്യുമല്ലോ. അതുകൊണ്ട് വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ട് നീ വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. സിദ്ധു അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചെങ്കിലും ചന്ദ്രയ്ക്ക് തീരെ സമാധാനം ഉണ്ടായിരുന്നില്ല. അവൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. മേഘയുടെ അച്ഛനായിട്ടുള്ള ശരവണൻ ഒരു ഹോട്ടലിലാണ് ഉണ്ടായിരുന്നത്. വേറൊരു വന്നിട്ട് ഓർഡർ എടുക്കുന്ന സമയത്ത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അയാളെ വിടുകയാണ്. ആ സമയത്താണ് ടി-വിയിൽ ന്യൂസ് വരുന്നത്, മുഖ്യമായ വാർത്തകൾ. പ്രമുഖ വ്യവസായിയായിട്ടുള്ള മഹേന്ദ്രൻ്റെ മരുമകനായിട്ടുള്ള സിദ്ധാർത്ഥും മഹേന്ദ്രൻ്റെ വളർത്തുമകളായിട്ടുള്ള മേഘയും തമ്മിലുള്ള ഇഷ്യൂ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥ് മേഘയെ റേപ്പ് ചെയ്ത് അവളെ ഗർഭിണിയാക്കിയെന്നും ആ കാരണം കൊണ്ട് മേഘ 2 മാസം ഗർഭിണിയാണെന്നും, പക്ഷേ മേഘ അത് പറഞ്ഞിട്ടും മഹേന്ദ്രൻ കുടുംബം തൻ്റെ സ്വന്തം മകളായിട്ടുള്ള ചന്ദ്രികയും സിദ്ധാർത്ഥും ചേർന്നുള്ള കല്യാണം നടത്താൻ പോകുന്നതായിട്ടും മേഘ പരാതി കൊടുത്തിരിക്കുകയാണ്. ന്യൂസ് കേട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് ശരവണൻ. ആ സമയത്ത് ന്യൂസിൽ പറയുന്നുണ്ട്, ഒരുപക്ഷെ സിദ്ധാർത്ഥ് തന്നെ കല്യാണം ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം സിദ്ധാർത്ഥിന് തക്കതായ ശിക്ഷ കിട്ടണമെന്നും മേഘ പരാതിയിൽ പറഞ്ഞിരിക്കുന്നു. വയറ്റിൽ കുഞ്ഞിനെയും വെച്ചിട്ട് തൻ്റെ നീതിക്ക് വേണ്ടി പോരാടുന്ന മേഘയ്ക്ക് നീതി കിട്ടുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ആ സമയത്താണ് ശരവന് അടുത്തായിട്ട് മേഘ വന്ന് നിൽക്കുന്നത്. അച്ഛാ, വാ മേഘ, ഇരിക്കേ. എന്നിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, നീ TV കണ്ടോ? നീ ന്യൂസിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ് എല്ലാ ന്യൂസ് ചാനലിലും ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മേഘ TV-യിലേക്ക് നോക്കുന്ന സമയത്ത് അവൾ മീഡിയാസിന് കൊടുത്ത ആ ഒരു ഇൻ്റർവ്യൂ തന്നെയാണ്, സിദ്ധുവിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുകയാണ്, അതുകൊണ്ട് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും എനിക്കും സിദ്ധു ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നൊക്കെ കരഞ്ഞുകൊണ്ട് മേഘ തൊഴുകയോടെ മീഡിയാസിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേഘ നല്ല ദേഷ്യത്തോടു കൂടിയാണ് അത് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് ശരവണനോട് പറയുന്നുണ്ട്, അച്ഛാ, ഈ ഐഡിയ ഒക്കെ നിങ്ങൾ പറഞ്ഞു തന്നതാണ്, നന്നായി വർക്കൗട്ട് ചെയ്തു. ഒരുപാട് പേര് എനിക്ക് ഫോൺ ചെയ്ത് സിദ്ധാർത്ഥിനെ വിട്ടുകളയരുതെന്നും ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അച്ഛാ. അതൊക്കെ കേട്ട് ശരവണൻ വല്ലാത്ത അഭിമാനത്തോടെ ഇരിക്കുകയാണ്. എന്നിട്ട് മകളോട് പറയുന്നുണ്ട്, മേഘ, പെണ്ണിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ടായിട്ടുണ്ടാവും മോളെ. സിദ്ധാർത്ഥ് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അവന് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല മോളെ. അവന് നിന്നെ കല്യാണം കഴിക്കുകയേ മാർഗമുള്ളൂ. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും സിദ്ധു എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് തീർത്തു പറയുകയാണെങ്കിൽ പിന്നെ എന്താ അച്ഛാ ചെയ്യുക? അവൻ അങ്ങനെ പറയുകയാണെങ്കിൽ അവൻ ജയിലിലേക്ക് പോവേണ്ടി വരും മോളെ. അത് മാത്രമല്ല മേഘ, നീ ചോദിക്കുന്ന നഷ്ടപരിഹാരം മഹേന്ദ്രൻ കുടുംബം നിനക്ക് തരേണ്ടി വരും. നീ നഷ്ടപരിഹാരമായിട്ട് അവരുടെ സ്വത്ത് മുഴുവൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സിദ്ധു ജയിലിലേക്ക് പോവാതിരിക്കണമെങ്കിൽ അവരുടെ സ്വത്തുക്കൾ മുഴുവൻ നിന്റെ പേരിൽ എഴുതി വെക്കുക തന്നെ വേണ്ടി വരും. അങ്ങനെയാവുമ്പോൾ മഹേന്ദ്രൻ്റെ സ്വത്തുക്കൾ മുഴുവൻ നീ ആഗ്രഹിച്ചതുപോലെ വീണ്ടും നിന്റെ പേരിലേക്ക് തന്നെ വരും. അഭിമാനത്തോടു കൂടിയാണ് ശരവണൻ മകൾക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ മേഘയും പറയുന്നുണ്ട്, അതെ അച്ഛാ, ഒന്നുകിൽ സിദ്ധു എന്നെ വിവാഹം ചെയ്യണം, അല്ലെങ്കിൽ മഹേന്ദ്രൻ്റെ സ്വത്ത് മുഴുവൻ എൻ്റെ പേരിലാവണം വീണ്ടും. നീ പേടിക്കേണ്ട മേഘ, തീർച്ചയായിട്ടും ഇതിലേതെങ്കിലും ഒന്ന് നടക്കും. നീ ധൈര്യമായിട്ടിരുന്നോ. ഈ കാര്യം കാട്ടുതീ പോലെ പരക്കുന്നത് കാരണം ഒരു കാരണവശാലും
മഹേന്ദ്രൻ സിദ്ധാർത്ഥിനെയും ചന്ദ്രികയുടെയും കല്യാണം നടത്തിക്കില്ല. അതുകൊണ്ട് നീ പേടിക്കണ്ട. തീർച്ചയായിട്ടും കോംപ്രമൈസ് സംസാരിക്കാൻ അവർ നിന്റെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും. നീ വിരിച്ച വലയിൽ സിദ്ധാർത്ഥ് വീഴുക തന്നെ ചെയ്യും. അവനെ അപ്പം മുതൽ നീ വെറുതെ വിടരുത്. ശരി അച്ഛാ, അച്ഛൻ പറയുന്നത് പോലെ ചെയ്യാം. മേഘ, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാവുള്ളൂ എന്ന് പറയുന്നത് കേൾക്കാറില്ലേ? അതാണിപ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഞാനും അതുതന്നെയാണ് അച്ഛാ ചിന്തിക്കുന്നത്. മേഘ പറയാണ്. ശരവണൻ പുതിയ പുതിയ ഓരോ ഐഡിയകൾ മേഘയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ശരി അച്ഛാ, അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോളാം. എന്നിട്ട് മേഘ അവിടെ നിന്ന് അയാളോട് യാത്ര ചോദിച്ചിട്ട് പോവുകയാണ്. ശരവണനാണെങ്കിൽ മകൾക്ക് പുതിയൊരു വഴി തുറന്നു കിട്ടിയതിൻ്റെ സന്തോഷത്തിലും. അതേസമയം മീഡിയാസിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് സിദ്ധാർത്ഥിന് സംസാരിക്കാനുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെല്ലാവരും വീട്ടുമുറ്റത്ത് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രികയും സിദ്ധാർത്ഥും കൂടി അകത്ത് നിന്ന് വരികയാണ്. പക്ഷേ മീഡിയാസിനെ ഒന്നിച്ച് കണ്ടപ്പോൾ സിദ്ധാർത്ഥ ആകെ ഒന്ന് പരിഭ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക അവന് ധൈര്യം പകർന്നുകൊണ്ട് പറയുന്നുണ്ട്, സർ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. കാരണം സർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കള്ളം പറയുന്ന മേഘ പോലും മീഡിയാസിന് മുന്നിൽ ഒരു ടെൻഷനും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ സത്യം പറയാൻ ഒരുങ്ങുന്ന സർ എന്തിനാണ് മീഡിയാസിനെ കാണുമ്പോൾ ഇങ്ങനെ പേടിക്കുന്നത്? സാറിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ധൈര്യമായിട്ട് ഇവരോട് പറയൂ. രണ്ടുപേരും മീഡിയാസിന് മുന്നിൽ എത്തിയ സമയത്ത് ക്യാമറകളൊക്കെ അവർ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് എല്ലാവർക്കും നമസ്കാരം പറയുന്നുണ്ട്. സിദ്ധാർത്ഥ് സർ, നിങ്ങളുടെ പേരിൽ മേഘ റേപ്പ് കേസ് പറഞ്ഞിരിക്കുകയാണ്. അതിന് നിങ്ങളുടെ മറുപടി എന്താ? ഇങ്ങോട്ട് നോക്കൂ. മേഘ എനിക്കെതിരെ പറഞ്ഞിരിക്കുന്ന അലിഗേഷനിൽ 1% പോലും സത്യമില്ല. എൻ്റെ കുടുംബത്തെ നാണം കെടുത്താനും എന്നെ അപമാനിക്കാനും വേണ്ടി മേഘ പറഞ്ഞുണ്ടാക്കുന്ന വലിയ കള്ളത്തരങ്ങൾ മാത്രമാണിതൊക്കെ. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ്, അതെന്താ സാർ ഇത്ര പെട്ടെന്ന് അത് കള്ളമാണെന്ന് ഒറ്റ വാക്കിൽ പറയുന്നത്? സംഭവം നടന്ന അന്ന് ഒരുപാട് നേരം നിങ്ങൾ മേഘയുടെ കൂടെ ഉണ്ടായിരുന്നതിൻ്റെ എല്ലാ തെളിവുകളും മേഘയുടെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, അതിനുള്ള CCTV ഫുട്ടേജ് വെച്ചിട്ടാണ് മേഘ സംസാരിക്കുന്നത്. നോക്കൂ, അന്ന് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം. മേഘ അളവിലധികം മദ്യപിച്ചിട്ട് അന്ന് ആ പാർട്ടിയിൽ വെച്ച് അവൾ ബോധം കെട്ട് വീണു. മാനേജറാണ് എനിക്ക് കോൾ ചെയ്ത് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മേഘയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പറഞ്ഞത്. ഞാൻ മേഘയെ സഹായിക്കാമെന്ന് കരുതി മാത്രമാണ് മേഘയെ കൂട്ടാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയത്. എന്നാൽ ഞാൻ അവിടെ ചെന്ന സമയത്ത് മേഘ ഒരു പൊടി പോലും ബോധമില്ലാതെ അവിടെ കിടക്കുകയായിരുന്നു നിലത്ത്. മേഘയെ എൻ്റെ കാറിൽ കൂട്ടിക്കൊണ്ടുവന്ന് സേഫായിട്ട് അവളുടെ വീട്ടിൽ ഞാൻ എത്തിച്ചു. അതിനുശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഒരു മീഡിയക്കാരൻ ചോദിക്കുന്നുണ്ട്, എന്താ സാർ, സംഭവിച്ച പകുതി കാര്യങ്ങളാണല്ലോ പറയുന്നുള്ളൂ, ബാക്കി കാര്യങ്ങൾ സാറ് പറയാതിരിക്കുകയാണോ? മേഘ കാണിച്ച CCTV ഫുട്ടേജിൽ 10 മണിക്കാണ് സാറ് അവളെ കാറിൽ കൂട്ടിക്കൊണ്ട് വരുന്നത്. എന്നാൽ 10:30 മണിക്കാണ് സാറ് അവളുടെ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്നത്. മേഘ കാണിച്ച CCTV ഫുട്ടേജ് പ്രകാരം അരമണിക്കൂറോളം സാർ ആ വീട്ടിനകത്ത് ചെലവഴിച്ചിട്ടുണ്ട്. ആ അരമണിക്കൂർ സാർ ആ വീട്ടിനകത്ത് എന്ത് ചെയ്യുകയായിരുന്നു? അവരെ അപമാനിക്കുന്ന തരത്തിലാണ് സിദ്ധാർത്ഥിനോട് ചോദിക്കുന്നത്. അത് കേട്ട് നാണക്കേടോടുകൂടിയാണ് സിദ്ധുവും ചന്ദ്രികയും തലതാഴ്ത്തി നിൽക്കുന്നത്. അപ്പോൾ അവർ തന്നെ കമൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു. എന്ത് പറയാനാ, സിദ്ധു സാർ അവിടെ മേഘയുടെ ശരീരം രസിച്ച് നിൽക്കുകയായിരുന്നു. അവർ തന്നെ പരസ്പരം അത് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. മറുപടി പറയാനാവാതെ തലതാഴ്ത്തി നിൽക്കേണ്ട ഗതികേടിലായിരുന്നു സിദ്ധുവും ചന്ദ്രികയും. അപ്പോൾ അവർ വീണ്ടും ചോദിക്കുന്നുണ്ട്, വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി സാറ് മേഘയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി, അതല്ലേ സത്യം? ഹലോ, കയ്യിൽ മൈക്കുണ്ടെന്ന് കരുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും പറയാമെന്നാണോ? സത്യത്തിൽ അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് ഞാൻ സംഭവിച്ചതുപോലെ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. മേഘയെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ വീട്ടിലെ കട്ടിലേക്ക് കിടത്തി. അവളെ അവിടെ കിടത്തിയ ശേഷം എൻ്റെ ഫോൺ റിങ് ചെയ്തിട്ട് ഞാനത് എടുക്കുന്ന സമയത്ത് മേഘ അമിതമായി മദ്യപിച്ചത് കാരണം അവൾ വൊമിറ്റ് ചെയ്തു. അപ്പോൾ അവളുടെ സാരിയിലും ദേഹത്തും നിലത്തും ഒക്കെ അവൾ ഛർദ്ദിച്ചത് അവിടെ വീണിട്ടുണ്ടായിരുന്നു. എനിക്ക് അവളോട് സഹതാപം തോന്നിയിട്ട് ഞാൻ തന്നെ ആ ഛർദ്ദി മുഴുവൻ തുടച്ചു കളഞ്ഞു. അവൾ ആകെ നനഞ്ഞു കുളിച്ച് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത പാവം തോന്നുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവൾക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്ത് അവളെ കൊണ്ട് കുടിപ്പിച്ചു. മേഘ നന്നായി ഉറങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അതാ അതിനിടയിലുണ്ടായി അത്രയും സമയം. അപ്പോൾ മീഡിയക്കാർ തന്നെ പറയാണ്, സർ, നിങ്ങൾ പറയുന്ന കഥ കേൾക്കാൻ നല്ല രസമുണ്ട് സർ. ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്കത് തമാശ പോലെയാണോ തോന്നുന്നത്? നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പറയുന്ന കഥ കേട്ടിട്ട് വിശ്വാസം വരുന്നുണ്ടോ സർ? മേഘ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് ക്ലീൻ ചെയ്തിട്ട് വരാൻ അരമണിക്കൂറോളം എടുക്കുമോ സർ? കള്ളം പറയുന്നതിനും ഒരു ലിമിറ്റുണ്ട് സർ. നിങ്ങൾ പറയുന്ന കള്ളം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല. മേഘ നിങ്ങൾക്ക് മേൽ ചാർത്തിയിരിക്കുന്ന കുറ്റാരോപണം സത്യമായിരിക്കുമോ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സംശയം ഇപ്പോൾ തോന്നുന്നുണ്ട്. അയ്യോ, മേഘ പറയുന്നത് പച്ചക്കള്ളമാണ്. ഞാൻ പറയുന്നതാണ് സത്യം. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് വിശ്വസിക്കേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ അത് തെളിയിച്ചതിന് ശേഷം മാത്രമല്ലേ നിങ്ങൾ ചന്ദ്രികയെ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. സത്യം തെളിയിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചന്ദ്രികയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ പിന്നെ മേഘയുടെ ജീവിതം എന്താ സംഭവിക്കുക? അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവും?
അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, നോക്കൂ നിങ്ങൾ മീഡിയാസാണ്, നിങ്ങൾ ഒരാൾക്ക് സപ്പോർട്ടായിട്ട് മാത്രം ഒരിക്കലും സംസാരിക്കരുത്. രണ്ടുപേർക്കും ഒരുപോലെ സപ്പോർട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. പക്ഷേ നിങ്ങളെല്ലാവരും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും മേഘയ്ക്ക് ഫേവറായിട്ട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. മേഘയാണ് ബാധിക്കപ്പെട്ട ആള്. എപ്പോഴും ബാധിക്കപ്പെട്ട ആളുടെ കൂടെയാണ് മീഡിയാസ് നിൽക്കാറുള്ളത്. മേഘയ്ക്ക് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ എപ്പോഴും അവൾക്ക് സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ടാവും സർ. ഞാനൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും തെളിയിച്ച് പറഞ്ഞു തരാം. മേഘയെപ്പറ്റി നിങ്ങൾക്കാർക്കും മുഴുവനായിട്ടും അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മേഘ എന്നെ വൺ സൈഡായിട്ട് ലവ് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. മുൻപ് തന്നെ അവൾ എന്നെ പ്രപ്പോസും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവളുടെ സ്നേഹം റിജക്റ്റ് ചെയ്യുകയാണുണ്ടായത്. ഞാൻ ചന്ദ്രികയാണ് പ്രണയിക്കുന്നത്, അവളെ എനിക്ക് വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ അവളോട് മേഘയോട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പക അവൾക്ക് എന്നോടുള്ളത് കാരണം അത് മനസ്സിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചന്ദ്രികയുടെ എൻ്റെയും വിവാഹം മുടക്കാൻ വേണ്ടി ഈ സമയം നോക്കിയിട്ട് അവൾ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ആരോപണം എൻ്റെ മേൽ ഉണ്ടാക്കിയത്. ഞാൻ അവസാനമായിട്ട് പറയാം, ഞാൻ പറഞ്ഞതാണ് സത്യം. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്താണോ എന്നെക്കുറിച്ച് എഴുതാനുള്ളത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാം. എന്താണോ നിങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഞാനിപ്പോൾ ബോധേഡല്ല. പക്ഷേ എൻ്റെ കുടുംബത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്ന മേഘയെ ഞാൻ വെറുതെ വിടുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അവൾക്കെതിരെ ഞാൻ ഡിഫമേഷനുള്ള കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോവാണ്. മേഘയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവരും നാളെ മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല എന്ന് അറിയുമ്പോൾ ഇതേപോലെ തന്നെ അഭിമാനത്തോടെ നിൽക്കണം, അല്ലാതെ തലതാഴ്ത്തി നിൽക്കാൻ പാടില്ല. ഇതിനേക്കാളും കൂടുതൽ എനിക്ക് നിങ്ങളോട് മറ്റൊന്നും പറയാനില്ല. വന്നതിന് എല്ലാവർക്കും നന്ദി. വാ ചന്ദ്രിക എന്നും പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോവാണ്. സർ 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 പോവല്ലേ സർ, ഇനിയും ചോദ്യങ്ങളുണ്ട് എന്നൊക്കെ അവർ പിന്നീട് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും സിദ്ധു മൈൻഡാക്കാതെ പോവാണ്. പക്ഷേ ചന്ദ്രികയ്ക്ക് സിദ്ധാർത്ഥ് പോയതുപോലെ പെട്ടെന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ചന്ദ്രികയായി അവർ പിടിച്ചിട്ടത്. മാഡം, നിങ്ങൾ ഒരു പെണ്ണല്ലേ? മേഘയെ സിദ്ധാർത്ഥ് ഗർഭിണിയാക്കിയിട്ട് നിങ്ങളെ ഇപ്പോൾ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഒരു പെണ്ണിനോട് മറ്റൊരു പെണ്ണ് തന്നെ അന്യായം ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ ചന്ദ്രിക അവനോട് പറയുന്നുണ്ട്, ഒരാളോട് ഇടപഴകി ജീവിച്ചവർക്ക് മാത്രമേ അവരെങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരാളെക്കുറിച്ച് നമുക്കൊന്നും അറിയാതെ അവരെക്കുറിച്ച് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് വലിയ തെറ്റാണ് സർ. സിദ്ധു സാറെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളിൽ എത്ര പേർക്ക് അദ്ദേഹത്തെ അറിയാം? അദ്ദേഹം എത്രത്തോളം വലിയ ജെന്റിൽമാൻ ആണെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാമോ? അവരാരും അതിന് മറുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. സിദ്ധു സാറ് ജീവൻ പോവേണ്ട അവസ്ഥ വന്നാലും ഇതുപോലുള്ള തെറ്റ് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല. അദ്ദേഹം സ്ത്രീകളെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. അങ്ങനെയുള്ള അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ ചെറുതായിട്ട് പോലൊരു ന്യായം എനിക്ക് തോന്നുന്നില്ല. മേഘ ഗർഭിണിയാണ്, പക്ഷെ ആ ഗർഭത്തിനുള്ള കാരണക്കാർ ആരാണെന്ന് കണ്ടുപിടിക്കുകയല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ മേഘയുടെ ഗർഭത്തിന് ആര് കാരണക്കാരനായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? മേഘയുടെ ഗർഭത്തിന് സത്യത്തിൽ ആരാണ് കാരണക്കാരനെന്ന് ശരിക്കും പറഞ്ഞാൽ മേഘയല്ലേ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ചെയ്യാതെ സഹായിക്കാൻ ചെന്ന സിദ്ധു സാറിൻ്റെ മേൽ തെറ്റ് ചാർത്തുന്നത് വലിയ കുറ്റമാണ്. മേഘയ്ക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമാണ് തോന്നുന്നത്. ദയവ് ചെയ്ത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയുള്ള ഈ വാർത്തകൾ നിങ്ങളൊന്ന് അവസാനിപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ മനസ്സ് അത്രയേറെ വേദനിക്കുന്നുണ്ട്. സിദ്ധാർത്ഥിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് നിങ്ങളിപ്പോൾ മേഘയെ പറ്റി ഇങ്ങനെ ഒരു അപവാദം പറയുന്നത് എന്നാണെങ്കിലോ? അവർ തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക അത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്ക്, സിദ്ധു സാറ് നല്ലവനാണെന്നോ അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ വേണ്ടി അദ്ദേഹത്തെ നിങ്ങൾക്ക് മുന്നിൽ മാന്യനാക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അദ്ദേഹം എങ്ങനെയുള്ളവനാണെന്ന് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ദൈവത്തിന് നന്നായിട്ടറിയാം. അദ്ദേഹം നല്ലവനായൊരു വ്യക്തിയാണെന്ന് എവിടെയാണോ തെളിയിക്കേണ്ടത് ഞങ്ങൾ അവിടെ തെളിയിച്ചോളാം. ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ചന്ദ്രിക കൈകൂപ്പിയപ്പോൾ അവരെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം മനീഷ് കയ്യിലെ കെട്ടഴിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവനെക്കൊണ്ട് അതിന് സാധിക്കുന്നില്ല. കാരണം ബാക്ക് സൈഡിലായിട്ടാണ് കസേരയോട് ചേർത്ത് കെട്ടിയിരിക്കുന്നത്. അവനങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ മനീഷ്, വിശക്കുന്നുണ്ടോ? കഴിക്കാൻ വേണ്ടി നല്ലൊരു ബിരിയാണി വാങ്ങി തന്നാലോ? എനിക്ക് ബിരിയാണിയൊന്നും വേണ്ട, ദയവ് ചെയ്ത് എൻ്റെ കെട്ടൊന്ന് അഴിച്ചു വിട്. എനിക്ക് സത്യങ്ങൾ എല്ലാവരോടും പോയി തുറന്നു പറയണം. ആഹാ, നിന്റെ കെട്ടഴിച്ച് വിട്ടിട്ട് ഞാൻ ഒന്നുമില്ലാത്തവനെ പോലെ നടുറോട്ടിൽ നിൽക്കണോ? അതുകൊണ്ട് ആ ഒരു കാര്യം നീ ഈ ജന്മത്തിൽ ചിന്തിക്കേണ്ട. എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എൻ്റെ കെട്ടഴിച്ചു വിടടാ. ഡാ, നീ പ്രശ്നം ഉണ്ടാക്കാതെ അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് നല്ല നല്ല ഭക്ഷണം തന്ന് നിന്നെ ഞാൻ ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാം. ഇനി നീ പ്രശ്നം ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നതെങ്കിൽ മനസ്സിൽ വെച്ചോ, പട്ടിണി കിടത്തിയിട്ട് വെള്ളം പോലും തരാതെ ഞാൻ നിന്നെ പട്ടിണിക്കിട്ട് കൊല്ലും. നീ ചത്തൂന്ന് വെക്ക്, നിന്നെ അന്വേഷിച്ച് ആരും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. മഹേഷ്, ഞാൻ ഇപ്പോഴും പറയാണ്, നീ തെറ്റാണ് ചെയ്യുന്നത്. മഹേഷ്, ഞാൻ വീണ്ടും പറയാണ്, ദയവ് ചെയ്ത് ഇതിനോടകം തന്നെ നിർത്തിക്കോ. എൻ്റെ കെട്ടഴിച്ച് വിട്.
നിനക്കൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം. നീ എനിക്ക് എൻ്റെ ജീവിതം പിച്ചയായിട്ട് തരാനാണോ പറയുന്നത്? അതിൻ്റെ യാതൊരു ആവശ്യവും എനിക്കില്ല. എൻ്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മഹേഷ്, ഞാൻ വീണ്ടും പറയാണ്, സിദ്ധാർത്ഥ് ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ നിന്നെ കൊല്ലും. അത് സിദ്ധാർത്ഥ് അറിഞ്ഞതിന് ശേഷമല്ലേ? അതിനു മുന്നേ ഞാൻ നിന്റെ തലയെടുക്കും. വായ പൂട്ടിയിട്ട് അനങ്ങാതെ ഇവിടെ നിൽക്കാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് മഹേഷ് അവിടുന്ന് പോവാണ്. മനീഷ അലറിക്കൊണ്ട് പറയുന്നുണ്ട്, മഹേഷ്, മര്യാദയ്ക്ക് എൻ്റെ കെട്ടഴിക്കാൻ നോക്ക്. നിന്റെ മരണം എൻ്റെ കൈ കൊണ്ടാടാ. അത് കേട്ടപ്പോൾ മഹേഷിന് തീരെ ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ വീണ്ടും വന്നിട്ട് മനീഷിൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് പറഞ്ഞ, എന്താ പറഞ്ഞത്? നിന്നെ കെട്ടിയിട്ടപ്പോൾ തന്നെ നിനക്ക് ഇത്രക്ക് അഹങ്കാരോ? നീ ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് തന്നെ മരിക്കാൻ നോക്ക്. നിനക്കൊന്നും പച്ച വെള്ളം പോലും ഞാൻ തരില്ല. മഹേഷ് മനീഷിൻ്റെ തലക്കിട്ടൊരു കിറുക്ക് കൂടെ കൊടുത്തിട്ടാണ് പോകുന്നത്. മനീഷ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, മഹേഷ്, എൻ്റെ കെട്ടഴിച്ച് വിടടാ. മഹേഷ്, അഴിച്ചു വിടന്നെ, അഴിച്ചു വിടടോ. സിദ്ധാർത്ഥ് മുറിയിലിരുന്നിട്ട് മീഡിയാസ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. മേഘ കാണിച്ച CCTV ഫുട്ടേജിൽ നിങ്ങൾ 10 മണിക്കാണ് ആ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് 10:30 മണിക്കാണ്. ഇവിടെയുള്ള CCTV ഫുട്ടേജിലും അത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതിനിടയിലുള്ള 30 മിനിറ്റ് ബോധം കെട്ട് കിടന്നിരുന്ന മേഘയോട് നിങ്ങൾ എന്താണ് ചെയ്തത്? അപ്പോൾ മറ്റൊരുത്തൻ പറയുന്നുണ്ട്, അതിൽ ചോദിക്കാൻ എന്താ ഉള്ളത്? അദ്ദേഹം ബോധമില്ലാതെ കിടന്ന മേഘയുടെ ശരീരം കണ്ട് രസിച്ചിരുന്നിട്ടുണ്ടാവും. എന്നിട്ട് അവരെല്ലാവരും സിദ്ധാർത്ഥിനെ കളിയാക്കി ചിരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യമാണ് സിദ്ധാർത്ഥിൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നത്. അവന് സ്വയം അപമാനിതനായി ചൂളിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.